ഒരു ചോദ്യം, റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് 5 to 10 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ്. 5 മുതൽ 10 വരെയുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം എന്തായാലും നമുക്ക് USSന് വരത്തില്ല. പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻ ബി, നമ്മുടെ ഈ വർഷം ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ഓപ്ഷൻ ബിയിലെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് എബോവ് ദ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിനെ 3ൻ്റെ ഏത് വലിയ പവർ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 5 മുതൽ 10 വരെയുള്ള സംഖ്യകളെ എങ്ങനെ എഴുതാം? 5 ഒരു പ്രൈം നമ്പറാണ്. 5 into 6 എന്ന് പറഞ്ഞാൽ പ്രൈം അല്ല, അപ്പോൾ നമുക്ക് അതിനെ 2 into 3 എന്ന് എഴുതാം. ദെൻ 7 ഒരു പ്രൈം നമ്പറാണ്. ദെൻ 8നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം. 9നെ 3 into 3 എന്ന് എഴുതാം. 10നെ 2 into 5 എന്ന് എഴുതാം. അപ്പം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എങ്ങനെ? 3യുടെ ഏത് ഹയസ്റ്റ് പവർ കൊണ്ട്. അപ്പോൾ 3യുടെ ഏത് ഹയസ്റ്റ് പവർ എടുക്കാൻ പോകുന്നത്? എത്ര 3 ഉണ്ട് ഇവിടെ? 1 2 3. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ശരിയല്ലേ? 3 into 3 into 3, അതായത് എന്താ? 3 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ചോദ്യം നമ്മൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഈ ക്രിസ്മസ് എക്സാമിന് തന്നെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ സിയിൽ ചോദിച്ചിരുന്നു, ഹൗ മെനി സീറോസ് ആർ ദെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് 5 to 10. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 5 2s are 10 വരുന്നുണ്ട്, ഇവിടെ ഒരു 5 2s are 10. അപ്പോൾ 10 into 10 0. എത്ര സീറോസ് വരാൻ? ആ 2 സീറോസ് എന്തായിട്ട് വരാൻ സാധ്യതയുണ്ട്? 2 സീറോസ് ഇതിൻ്റെ പ്രോഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഇതിൻ്റെ അവസാനം എത്ര സീറോ വരും? 2 സീറോസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. 2 സീറോസ്. അപ്പോൾ ഇത് ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ചോദ്യം ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ആവോ? ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ടീച്ചർ വീണ്ടും നാളെ വരാം കേട്ടോ.